നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 4 ചൊവ്വാഴ്ചയാണ്. ആദ്യമായി പറയുകയാണെങ്കിൽ ഇന്ത്യൻ വിപണികൾ ഇന്നലെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മിഡ് ക്യാപ്പ് ആണ് നല്ല നേട്ടം ഇന്നലെ ഉണ്ടാക്കിയത്. 52 വീക്ക് ഹൈയും ഇന്നലെ ടച്ച് ചെയ്തു. ഇനി ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളിലേക്കാണ്. 2026 സാമ്പത്തിക വർഷത്തിലെ ധനക്കമ്മി ലക്ഷ്യം GDP-യുടെ 4.4% കൈവരിക്കുമെന്ന് കേന്ദ്രം അവകാശപ്പെടുന്നു. 2026 സാമ്പത്തിക വർഷത്തിന്റെ ധനക്കമ്മി ലക്ഷ്യം GDP-യുടെ 4.4%-ആയി കുറയ്ക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. 2025 സാമ്പത്തിക വർഷത്തിലെ 4.8%-ൽ നിന്നാണ് ഇപ്പോൾ 2026 സാമ്പത്തിക വർഷം എത്തുമ്പോൾ ധനക്കമ്മി ലക്ഷ്യം 4.4%-ആയി കുറയ്ക്കുന്നത്. ഈ ധനക്കമ്മി ലക്ഷ്യം കൈവരിക്കുന്നതിൽ ഇപ്പോൾ ധാരാളം വെല്ലുവിളികളും നിൽക്കുന്നുണ്ട്. ഏകദേശം 1.15 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക വിടവ്, കൂടാതെ 22,000 കോടി അധിക ഭക്ഷ്യ സബ്സിഡി, എണ്ണ വിപണന കമ്പനികൾ 15,000 കോടി രൂപയുടെ നഷ്ടപരിഹാരം, അറ്റ നികുതി വരുമാനത്തിൽ 50,000 കോടി രൂപയുടെ കുറവ്. മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ്. ഒക്ടോബറിൽ ഇന്ത്യയിലേക്കുള്ള ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരായി റഷ്യ തുടരുന്നു. എന്നാൽ US ഉപരോധങ്ങളും നിയന്ത്രണങ്ങളും കാരണം ഇറക്കുമതി വർഷം തോറും 8% കുറഞ്ഞു. ഇനി മന്ത്ലി ബേസിസിൽ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബറിനേക്കാൾ അല്പം മുകളിലായിട്ടായിരുന്നു റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഒക്ടോബറിൽ ഉണ്ടായിരുന്നത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് വരാം. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള FTA ചർച്ചകൾ ഇന്ന് ന്യൂഡൽഹിയിൽ പുനരാരംഭിക്കുകയാണ്. ഒരാഴ്ച മുഴുവനായി നീണ്ടു നിൽക്കുന്ന ചർച്ചകൾക്കായി ബ്രസൽസിൽ നിന്നും യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികൾ ഇന്ത്യയിൽ എത്തുന്നുണ്ട്. ഈ വർഷം അവസാനത്തോടെ തന്നെ ഈ അഗ്രിമെന്റ് പൂർത്തീകരിക്കാനാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ലക്ഷ്യമിടുന്നത്. ഇനി ഫോക്കസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് ന്യൂസിലേക്കാണ്. ഹിന്ദുജ ഗ്രൂപ്പ് ആന്ധ്രാപ്രദേശിൽ 20,000 കോടി രൂപ നിക്ഷേപിക്കും. ആന്ധ്രാപ്രദേശ് സർക്കാരുമായുള്ള ധാരണാപത്രം പ്രകാരം ആകെ നിക്ഷേപം 20,000 കോടി രൂപയാണ്. പ്രധാനപ്പെട്ട മേഖലകൾ ഇതിൽ ഉൾപ്പെടുന്നത് ഊർജം, സൗരോർജം, വൈദ്യുതി വാഹനങ്ങൾ, EV തുടങ്ങിയവയാണ്. വിശാഖപട്ടണം വൈദ്യുതി നിലയത്തിൽ 1600 മെഗാവാട്ട് ശേഷി കൂട്ടിച്ചേർക്കൽ, രായലസീമ മേഖലയിൽ പുതിയ സൗരോർജ കാറ്റാടി പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഫോക്കസിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് കമ്പനികൾ നോക്കുകയാണെങ്കിൽ അശോക് ലൈലാൻഡ്, ഗൾഫ് ഓയിൽ ലൂബ്രിക്കൻസ്, ഇൻഡസിൻഡ് ബാങ്ക്, ഹിന്ദുജ ഗ്ലോബൽ സൊല്യൂഷൻസ് ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികൾ ഫോക്കസിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി മറ്റൊരു സുപ്രധാനമായ ഒരു സ്റ്റോക്ക് ന്യൂസിലേക്കാണ്. വോഡാഫോൺ ഐഡിയയ്ക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ച ഒരു ആശ്വാസ വാർത്തയെക്കുറിച്ചാണ്. വോഡാഫോൺ ഐഡിയയുടെ 2016-17 സാമ്പത്തിക വർഷം വരെയുള്ള എല്ലാ AGR കുടിശ്ശികകളും ഏതായാലും ഈ ഒരു ആശ്വാസ വാർത്തയെ തുടർന്ന് സ്റ്റോക്ക് ഇന്നലെ ഏകദേശം 10% നേട്ടമാണ് ഉണ്ടാക്കിയത്. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് S&P 500-ഉം നാസ്ഡാക്കും ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഡൗ ജോൺസ് മാത്രമാണ് ഇന്നലെ ഇടിഞ്ഞത്. പുതിയ സാമ്പത്തിക ഡാറ്റയൊന്നും ലഭ്യമല്ലാത്തത് കൊണ്ട് തന്നെ ഫെഡറൽ റിസർവ് അടുത്ത നിരക്ക് കുറയ്ക്കൽ എന്നായിരിക്കും എന്നതിനെക്കുറിച്ച് ഇൻവെസ്റ്റേഴ്സിനിടയിൽ ഒരു സ്ഥിരത ഇപ്പോൾ ലഭിച്ചിട്ടില്ല. ഇന്നലെ നാസ്ഡാക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കാരണം ടെക് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ തന്നെയായിരുന്നു. എന്നാൽ ഡൗ ജോൺസ് ഇന്നലെ ഇടിയാൻ കാരണമായത് ഹെൽത്ത് കെയർ കമ്പനീസ് ആയിരുന്നു. യുണൈറ്റഡ് ഹെൽത്ത് ഗ്രൂപ്പ്, കൂടാതെ മാർക്ക് തുടങ്ങിയ കമ്പനികൾ 2 മുതൽ 4% വരെ ഇടിഞ്ഞു. ഇന്നലെ നേട്ടമുണ്ടാക്കിയ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ആമസോൺ വലിയ ഒരു ഓർഡറിന് ശേഷം 4% നേട്ടമുണ്ടാക്കി. എൻവിഡിയ ഏകദേശം 2.2% ഉയർന്നു. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 0.97% ഇടിഞ്ഞപ്പോൾ വിപ്രോ 0.76% ഇടിവാണ് ഉണ്ടാക്കിയത്. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.58% ഉയർന്നപ്പോൾ HDFC ബാങ്ക് 0.77% ഉയർന്നത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 0.90% ഉയർന്നു. യൂറോപ്യൻ വിപണികൾ ഇന്നലെ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് ഉയർന്നു ക്ലോസ് ചെയ്തു. ഇന്നലെ നേട്ടമുണ്ടാക്കിയ സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ട്രാവൽ ആൻഡ് ലിഷർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളായിരുന്നു. ഇന്നലെ US-ൽ നമ്മൾ കണ്ട ടെക് റിലേറ്റഡ് ആയിട്ടുള്ള റാലിക്ക് ശേഷം ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.43% നേട്ടത്തിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ട്രേഡ് ചെയ്യുന്നു. കോസ്പി മാർക്കറ്റ് 1% ഇടിവിൽ. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 25,882.50 എന്ന നിലയിൽ 36 പോയിന്റ്സ് ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 10 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇനി ഗോൾഡ് പ്രൈസിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പഴയ ഒരു സ്ട്രെങ്ത് നമുക്ക് ഗോൾഡ് പ്രൈസിൽ കാണാൻ കഴിയുന്നില്ല. $4,000 താഴെയായിട്ടാണ് സ്പോട്ട് ഗോൾഡ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 90,320 രൂപയാണ്. ഇന്ന് മറ്റൊരു വലിയ ഇടിവ് കാണുന്നത് ക്രിപ്റ്റോ കറൻസിയിലാണ്. എത്തർ ഏകദേശം 7% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ബിറ്റ്കോയിൻ ആവട്ടെ 3% ഇടിവിൽ $106,000 ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകളിലേക്ക്
സപ്ലൈ വർദ്ധിപ്പിക്കുന്നത് തൽക്കാലം ഇല്ല എന്നുള്ള വാർത്തകൾ ഒപെക് പ്ലസിൽ നിന്നും വന്നതിന് ശേഷം ഇന്നലെ ഓയിൽ പ്രൈസുകൾ ചെറിയ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് 0.2% നേട്ടത്തിലും WTI 0.11% നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇനി നമ്മുടെ ഈ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നലെ മുഖ്യമായിട്ടുള്ള ധാരാളം കമ്പനികളുടെ റിസൾട്ട് വന്ന ഒരു ദിവസം കൂടിയായിരുന്നു. പ്രത്യേകിച്ച് മുൻനിര കമ്പനികളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭാരതി എയർടെലിൻ്റെ റിസൾട്ടുകൾ പുറത്തു വന്നിരുന്നു. എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുന്ന റിസൾട്ട് തന്നെയായിരുന്നു എന്നത് കൂടി പ്രത്യേകതയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 89% വർധനവാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6791.7 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. ഇനി റവന്യൂവിൽ 25.7% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. 52,145.4 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 35.3% വർധനവ് വന്നു. 29,561.4 കോടി രൂപയിലാണ് എബിറ്റ ഉള്ളത്. ഇൻഡസ് ടവേഴ്സിൽ 5% സ്റ്റേക്ക് അക്വയർ ചെയ്യാനുള്ള ഒരു അനുമതി കൂടി ബോർഡിൽ നിന്ന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു നല്ല റിസൾട്ട് രേഖപ്പെടുത്തിയ കമ്പനി ടൈറ്റൻ ആയിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ 59.1% വർധനവാണ് വന്നിരിക്കുന്നത്. 1,120 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 28.8% വർധനവ് വന്നു. എബിറ്റയിൽ 51.7% വർധനവും കമ്പനി രേഖപ്പെടുത്തി. 1,875 കോടി രൂപയിലാണ് എബിറ്റ ഉള്ളത്. നല്ല റിസൾട്ട് തന്നെയായിരുന്നു കമ്പനിയും പുറത്തു കൊണ്ടുവന്നത്. അടുത്തതായി പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 6% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3,566 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 1.8% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. 11,476 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ബോർഡ് ഇൻട്രീം ഡിവിഡൻഡായി 4 രൂപ 50 പൈസയാണ് പ്രഖ്യാപിച്ചത്. അടുത്ത ഭാരതി ഹെക്സാകോം എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 66.4% വർധനവ് വന്നിരിക്കുന്നു. 421.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 10.5% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. 2,317.3 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തതായി SJS എൻ്റർപ്രൈസസ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 48.5% വർധനവ് വന്നു. 43.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 25.4% വർധനവ് വന്നപ്പോൾ 241.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് ഗോഡ്ഫ്രീ ഫിലിപ്സ് ഇന്ത്യ എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 18.7% വർധനവ് വന്നു. 305 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 5.2% ഇടിവ് വന്നിരിക്കുന്നു. 1,289 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തതായി 3M ഇന്ത്യ എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 43% വർധനവ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നു. 191.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിലും നല്ല വർധനവാണ്. 14% വർദ്ധിച്ചു. 1,266.5 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തതായി ഗാലന്റ് ഇസ്പാത്ത് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 82% വർധനവ് വന്നിരിക്കുന്നു. 88.9 കോടി രൂപയിലാണ് ഇപ്പോൾ പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 7.4% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. 1,012.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് JK പേപ്പേഴ്സിൽ പ്രോഫിറ്റിൽ 41.8% ഇടിവ് വന്നിരിക്കുന്നു. റവന്യൂവിൽ 3.9% വർധനവും രേഖപ്പെടുത്തി. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോഴിതാ എല്ലാവർക്കും അറിയുന്നത് പോലെ 55% ഡിസ്കൗണ്ടോടുകൂടി 3 മാസത്തേക്ക് വെറും 1,299 രൂപ മാത്രമാണ് ഫീസായിട്ട് വരുന്നത്. ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. മാർക്കറ്റ് അവറിന് മുന്നേ തന്നെ ജോയിൻ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, അദാനി എൻ്റർപ്രൈസസ്, അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ, പേടിഎം, ഇന്ത്യൻ ഹോട്ടൽസ്, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, വൺ മൊബിക്വിക് സിസ്റ്റംസ്, ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, അലംബിക് ഫാർമസ്യൂട്ടിക്കൽസ്, ബർജർ പെയിൻറ്റ്സ്, ബ്ലൂ സ്റ്റോൺ ജ്വല്ലറി, ലൈഫ് സ്റ്റൈൽ, ചാലറ്റ് ഹോട്ടൽസ്, എസ്കോട്ട്സ് കുബോട്ട, ഹോം ഫസ്റ്റ് ഫിനാൻസ് കമ്പനി, മെട്രോപോളിസ് ഹെൽത്ത് കെയർ, നുവാമ വെൽത്ത് മാനേജ്മെൻറ്റ്, സുസ്ലോൺ എനർജി തുടങ്ങിയവയാണ്. അടുത്ത് FID ആക്ടിവിറ്റിയിലേക്കാണ്. 1,884 കോടി രൂപയ്ക്കാണ് FIS ഇന്നലെ സെല്ല് ചെയ്ത്. DIs ആവട്ടെ 3,516 കോടി രൂപയ്ക്ക് ഇന്നലെ ക്യാഷ് മാർക്കറ്റിൽ ബൈ ചെയ്തു. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. 25,763 41 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. പക്ഷേ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നലെ 10 ഡേ EMIക്ക് മുകളിലായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കൂടാതെ ഒരു ലോവർ ഹൈ ലോവർ ലോ ഫോർമേഷനാണ് നിഫ്റ്റിയിൽ ഇപ്പോഴും ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റിയിൽ നമ്മൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ ഇന്നലെ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. കൂടാതെ നമ്മൾ പറഞ്ഞിരുന്ന ആ ഒരു സോണിൻ്റെ ലോവർ എൻഡിൽ കൃത്യമായി ടച്ച് ചെയ്തതിന് ശേഷമാണ് ഒരു റിവേഴ്സൽ ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. കൂടാതെ കഴിഞ്ഞ വീക്ക്ലി ക്യാൻഡിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നതാണ് ഒരു ഷൂട്ടിംഗ് സ്റ്റാറിന് സമാനമായ ക്യാൻഡിലാണ്.
ഈ ക്യാൻഡിലിന് താഴെയായിട്ട് ഇന്നലെ ക്ലോസിംഗ് വെച്ചില്ല എന്നതൊരു ചെറിയ പോസിറ്റീവ് ഘടകമായിട്ട് നമുക്ക് കാണാം. ഇനി ഒരുപക്ഷെ ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനാണ്. ഇനി ഇന്നലത്തെ ഈ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ റീസെൻറ്റ് സ്വിംഗ് ഹൈ അല്ലെങ്കിൽ ഓൾ ടൈം ഹൈ ലെവലൊക്കെ എത്താനുള്ള സാധ്യതകളുണ്ട്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 25,750 സ്ട്രൈക്കിൽ 52% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 115% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 25,700 സ്ട്രൈക്കിൽ 67% വർധനവ്, പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ വെറും 58% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 25,800 സ്ട്രൈക്കിൽ 3% ഇടിവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് അൺവൈൻഡിങ് ആണ്. കോൾ സൈഡിൽ 16% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് ശക്തമായി നിൽക്കുന്നത് 25,750, 800 സ്ട്രൈക്കുകളിലാണ്. എന്നാൽ 25,700 സ്ട്രൈക്കിൽ ചെറിയൊരു മുൻതൂക്കമുള്ളത് പുട്ട് സെല്ലേഴ്സിനാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,800, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,700മാണ്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക്. 58,101-ൽ 325 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയേക്കാൾ കുറച്ചുകൂടി സ്ട്രെങ്ത് കാണിക്കുന്നത് ബാങ്ക് നിഫ്റ്റി തന്നെയാണ്. ഇപ്പോൾ കാര്യങ്ങൾ ഒരു സൈഡ് വേസിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ ക്യാൻഡിലും ചെറിയൊരു അപ്പർ വീക്കോട് കൂടിയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. അതായത് ഒരു സ്ലൈറ്റ്ലി ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്നലെ അവിടെ ആ ഹയർ ലെവലിൽ ഉണ്ടായിട്ടുണ്ട്. ഇതോടെ ബാങ്ക് നിഫ്റ്റി 10-ഡേ EMAയ്ക്ക് മുകളിലായിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്കും മുകളിലായിട്ടാണ് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ഡൗൺ സൈഡിൽ 57,650 മുതൽ 57,700 വരെയുള്ള സോൺ പ്രധാനപ്പെട്ടതാണ്. അപ്സൈഡിലേക്ക് വന്നാൽ 58,250 മുതൽ 58,350 വരെയുള്ള സോണും ശ്രദ്ധിക്കേണ്ട ഒരു സോണാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 58,500-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 58,000-ഉമാണ്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.